നമസ്കാരം, ADV ന്യൂസിലേക്ക് സ്വാഗതം. കല്ലട ജലസേന പദ്ധതിയുടെ ഭാഗമായ ഇടതുകര കനാലിൽ മാലിന്യം തള്ളുന്നത് വ്യാപകമാവുന്നു. ആദ്യം പ്രധാന വാർത്തകളിലേക്ക്. ഒടുവിൽ സമരങ്ങൾക്ക് ഫലം കണ്ടു. അഞ്ചൽ സൺഫുഡ് കാഷ്യൂ ഫാക്ടറി ജൂലൈ 2 മുതൽ തുറന്നു പ്രവർത്തിക്കുമെന്ന് മാനേജർ അറിയിച്ചു. ഒരു പതിറ്റാണ്ടിൻ്റെ ഓർമ്മകൾ പിന്നിട്ട് ലിജിനെയും ഒക്കത്തിരുത്തി സ്കൂളിലെത്തിച്ച കൂട്ടുകാർക്ക് രക്ഷകർത്താക്കളുടെയും അധ്യാപകരുടെയും വക സ്നേഹസ്പർശം അവാർഡ്. വയക്കൽ LP സ്കൂളിന് സമീപമുള്ള പുറമ്പോക്ക് ഭൂമി സ്വകാര്യ വ്യക്തി കയ്യേറിയെന്ന് പ്രദേശവാസികൾ ആരോപിക്കുന്നു. ADV ന്യൂസ് എക്സ്ക്ലൂസീവ്. അഞ്ചലിൽ തെരുവുനായ ശല്യം രൂക്ഷമാകുന്നു. നിരവധി പേർക്ക് തെരുവുനായയുടെ കടിയേറ്റു. കല്ലട ജലസേചന പദ്ധതിയുടെ ഭാഗമായ ഇടതുകര കനാലിൽ മാലിന്യം തള്ളുന്നത് വ്യാപകമാവുന്നു. അഞ്ചലിലെ സ്വകാര്യ പണമിടപാട് സ്ഥാപനത്തിൽ പണയം വെച്ച സ്വർണത്തിന്റെ തുക അടച്ചിട്ടും പണയ സ്വർണം തിരികെ ലഭിക്കുന്നില്ലെന്ന് പരാതി. വാർത്തകൾ വിശദമായി. കരുകോൺ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പൂർത്തീകരിച്ച നവീകരണ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് S. ജയമോഹൻ നിർവഹിച്ചു. ജില്ലാ പഞ്ചായത്ത് കരുകോൺ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ 30 ലക്ഷം രൂപ ചിലവഴിച്ച് നടത്തിയ നവീകരണ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനവും SSLC+2 പരീക്ഷകളിൽ എല്ലാ വിഷയങ്ങൾക്കും A+ നേടിയ വിദ്യാർത്ഥികൾക്കുള്ള അവാർഡ് വിതരണവും സംഘടിപ്പിച്ചു. ചൊവ്വാഴ്ച സ്കൂൾ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന പരിപാടി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് S. ജയമോഹൻ ഉദ്ഘാടനം ചെയ്തു. ഇപ്പോൾ പല സ്കൂളുകളിലും ഞങ്ങൾ കടന്നു ചെല്ലുമ്പോൾ ഒരുപാട് പണം സ്കൂളിൽ ഭൗതിക സാഹചര്യങ്ങൾ ഒരുക്കുന്നതിന് വേണ്ടി നൽകാറുണ്ടെങ്കിലും നല്ല ഭാവനയോടുകൂടി ദീർഘവീക്ഷണത്തോടുകൂടി അത് വിനിയോഗിക്കാൻ കഴിയാതിരിക്കുന്നതിൻ്റെ പോരായ്മയാണ് സ്കൂളുകളിൽ കടന്നു ചെല്ലുമ്പോൾ നമുക്ക് കാണാൻ കഴിയും. എവിടെയായിരിക്കണം കഞ്ഞിപ്പര, എവിടെയായിരിക്കണം മൂത്രപ്പര, എവിടെ ആയിരിക്കണം ഓഡിറ്റോറിയം, ഇതിനെ ഒന്നും കുറിച്ചൊരു ശരിയായിട്ടുള്ള ഒരു ധാരണയോ മാസ്റ്റർ പ്ലാനോ ഒന്നും ഇല്ലാത്തത് കൊണ്ട് മൂത്രപ്പര പണിയുന്നിടത്തായിരിക്കും കഞ്ഞിപ്പര പണിയുന്നത്. അതോടൊപ്പം തന്നെ ഇത് രണ്ടും പണിയേണ്ടടത്തായിരിക്കും ഓഡിറ്റോറിയം പണിയുന്നത്. അവസാനം ബുദ്ധിമുട്ടുന്നത് കുട്ടികൾക്ക് ഇരിക്കാൻ ഉള്ള സൗകര്യമായിരിക്കും പലയിടത്തും ഇല്ലാതെ വരുന്നത് എന്നുള്ളതാണ്. ഇപ്പം ഞങ്ങൾ അഞ്ചൽ ഈസ്റ്റ് സ്കൂള് നമ്മുടെ ജില്ലയിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്റ്റേഡിയം ആക്കി മാറ്റാൻ വേണ്ടിയിട്ട് പണി തുടങ്ങിയപ്പോഴാണ് അതിൻ്റെ തൊട്ട് മുമ്പിൽ ഗ്രൗണ്ടിൻ്റെ അറ്റത്തും ഒരു സ്മാരകം പണിഞ്ഞു വെച്ചിരിക്കുകയാണ്. പണിയുന്നവർക്ക് റോഡിൽ പോകുമ്പോൾ കാണണം, പക്ഷേ പണിയേണ്ടിടത്തല്ല പലതും പണിയുന്നത് എന്നുള്ളൊരു പ്രതിസന്ധി സ്കൂളുകളിൽ നേരിടുന്നുണ്ട്. ഇവിടെ വന്നപ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമായി ഓഡിറ്റോറിയം പണിയേണ്ടിടത്ത് തന്നെയാണ് ഓഡിറ്റോറിയം പണിയേണ്ടത്. കഞ്ഞിപ്പര പഴയതാണെങ്കിലും അത് പണിയേണ്ടിടത്ത് തന്നെയാണ് അതും പണിഞ്ഞിരിക്കുന്നത്. ഇനിയിപ്പോൾ കഞ്ഞിപ്പരയിൽ പാചകം ചെയ്യുന്നത് ഇത് കഴിക്കാനുള്ള സ്ഥലം വേണം എന്നാണ് ദിലീപ് പറഞ്ഞത്. അതിനും സ്ഥലം അവിടെ ഉണ്ട്. എന്നാൽ ഇപ്പോൾ ഒരു മാസ്റ്റർ പ്ലാൻ സ്കൂളുകളിൽ ആവശ്യമായിട്ടുണ്ട് എന്ന ഞങ്ങളുടെ കാഴ്ചപ്പാട് പ്രാവർത്തികമാക്കി മുന്നോട്ട് പോകുന്ന അതിൽ ജാഗ്രത പുലർത്തുന്ന ഈ സ്കൂളിനെ ആദ്യമായി അഭിനന്ദിക്കാൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ് എന്നുള്ളത്. നമ്മുടെ ജില്ലയിലെ ഇപ്പോൾ സ്കൂളുകൾ തുറന്നു. സ്കൂളുകൾ തുറക്കുന്ന സന്ദർഭത്തിൽ 2 ആഴ്ചകൾക്ക് മുമ്പ് മാധ്യമങ്ങളിൽ വാർത്തകൾക്കിടം തേടുന്നത് ഏത് കാര്യത്തിലാണ്? സ്കൂൾ തുറക്കുന്നു, കുട്ടികൾ വരുമ്പോൾ ചോർന്നൊലിക്കുന്ന കെട്ടിടങ്ങളുടെ പടമായിരിക്കും പത്രങ്ങളിൽ വരുന്നത്. അപ്പോൾ ഇരിക്കാൻ ബെഞ്ചില്ലാത്തതിൻ്റെ വാർത്തയായിരിക്കും പിന്നെ വരുന്നത്. ലാബില്ലാത്തതിൻ്റെതായിരിക്കും, ലൈബ്രറി ഇല്ലാത്തതിൻ്റെതായിരിക്കും. ഇപ്രാവശ്യം പ്രവേശനോത്സവം നടന്നു പുത്തൻ കൂട്ടുകാരെ സ്കൂളുകളിലേക്ക് വരവേൽക്കപ്പെടുന്ന സന്ദർഭത്തിൽ ഏതെങ്കിലും ഒരു ഗവൺമെൻറ് സ്കൂളിൽ ഭൗതിക സാഹചര്യം കൊണ്ട് വീർപ്പ് മുട്ടുന്നു എന്ന വാർത്ത പത്രങ്ങളിൽ എവിടെങ്കിലും ഇടം തേടിയിട്ടുണ്ടോ?
ഇല്ല എന്നുള്ളതാണ് വസ്തുത. അപ്പം ഞങ്ങൾ അധികാരത്തിൽ വന്നപ്പോൾ ഞങ്ങൾ നിശ്ചയിച്ചു, അതാണ് ടീച്ചർ പറഞ്ഞത്, ആദ്യ വർഷം എന്ത് ചെയ്യണം? ആദ്യ വർഷം ഞങ്ങൾ പരിഗണന കൊടുത്തത് കുട്ടികളുടെ പ്രാഥമിക ആവശ്യങ്ങൾ നിർവഹിക്കാൻ എല്ലാ സ്കൂളിലും സൗകര്യം ഒരുക്കി കൊടുക്കുക എന്നതാണ് ആദ്യം നമ്മൾ ചെയ്തത്. രണ്ടാമത്തെ വർഷം നമ്മൾ ചെയ്തത് ഇരിക്കാനുള്ള ബെഞ്ചും ഡെസ്കും എല്ലാ സ്കൂളിലും കൊടുക്കുക. എല്ലാ വർഷവും കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ബെഞ്ചും ഡെസ്കും. രണ്ടാമത്തെ വർഷം. മൂന്നാമത് ചോർന്നൊലിക്കുന്ന സ്കൂൾ കെട്ടിടങ്ങളുണ്ടെങ്കിൽ എല്ലാം നവീകരിച്ച് നൽകുക. ലാബും ലൈബ്രറികളും നമ്മൾ ക്രമീകരിക്കുക. അവസാന വർഷം ചുറ്റുമതിലും, അവസാന വർഷം ഇനി സമയം അവശേഷിക്കുന്നുണ്ടെങ്കിലാണ് ദിലീപ് പറഞ്ഞ കളിസ്ഥലവും. അപ്പോൾ അവസാന കളിസ്ഥലം ആദ്യം മൂത്രപ്പുര. ഇതാണ് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. ആദ്യം കളിസ്ഥലം നമ്മൾ പറഞ്ഞിട്ട് മൂത്രപ്പുര ഇല്ലാതിരുന്ന് എങ്ങനെ ഇരിക്കുമെന്ന് ആലോചിച്ച് നോക്കുമല്ലോ. അതുകൊണ്ട് ആദ്യം വേണ്ടത് ആദ്യം നമ്മൾ ചെയ്ത് നൽകിയപ്പോൾ അവസാന സന്ദർഭത്തിലെത്തിയപ്പോൾ വലിയ പരാതികളും പരിഭവവും ഇല്ലാതെ മാനേജ്മെൻറ്റ് സ്കൂളുകളെക്കാൾ മെച്ചപ്പെട്ട ഭൗതിക സാഹചര്യങ്ങളുള്ള സ്കൂളായി നമ്മുടെ ഗവൺമെൻറ് സ്കൂളുകളെ മാറ്റിയെടുക്കാൻ നമ്മുടെ ജില്ലയ്ക്ക് കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട നേട്ടമായി നിങ്ങൾ കാണേണ്ടത്. ജില്ലാ പഞ്ചായത്ത് അംഗം വിജയമ്മ ചന്ദ്രമോഹന്റെ അധ്യക്ഷതയിൽ നടന്ന ചടങ്ങിൽ PTA പ്രസിഡന്റ് തമ്പി ദാനിയേൽ സ്വാഗതം പറഞ്ഞു. HM ഇൻചാർജ് P ദിലീപ് റിപ്പോർട്ട് അവതരിപ്പിച്ചു. +2 പരീക്ഷയിൽ മുഴുവൻ വിഷയങ്ങൾക്കും A+ നേടിയ വിദ്യാർത്ഥികൾക്ക് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KN വാസവൻ അവാർഡ് വിതരണം ചെയ്തു. അലേമൺ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജുമൈലത്ത് ഷാജഹാൻ SSLC പരീക്ഷയിൽ A+ നേടിയ വിദ്യാർത്ഥികൾക്ക് സമ്മാനങ്ങൾ നൽകി. അഞ്ചൽ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം G പ്രമോദ്, ഗ്രാമപഞ്ചായത്ത് അംഗം P ഗീതാകുമാരി, PTA വൈസ് പ്രസിഡന്റ് ഷാജഹാൻ, മദർ PTA പ്രസിഡന്റ് അമ്പിളി, ഹയർ സെക്കൻഡറി സീനിയർ അസിസ്റ്റന്റ് D ദിലീപ് കുമാർ, ഹൈസ്കൂൾ സീനിയർ അസിസ്റ്റന്റ് നിസാമുദ്ദീൻ കുഞ്ഞ്, ഹയർ സെക്കൻഡറി സ്റ്റാഫ് സെക്രട്ടറി G ബൈജു, ഹൈസ്കൂൾ സ്റ്റാഫ് സെക്രട്ടറി O സുമതി തുടങ്ങിയവർ സംസാരിച്ചു. സ്കൂൾ പ്രിൻസിപ്പൽ PV ചാർലിൻ റജി കൃതജ്ഞത രേഖപ്പെടുത്തി. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ. ഒടുവിൽ സമരങ്ങൾക്ക് ഫലം കണ്ടു. അഞ്ചൽ സൺഫുഡ് കാഷ്യൂ ഫാക്ടറി ജൂലൈ 2 മുതൽ തുറന്നു പ്രവർത്തിക്കുമെന്ന് മാനേജർ അറിയിച്ചു. മാസങ്ങൾ നീണ്ട സമരത്തിനൊടുവിൽ തൊഴിലാളികൾക്ക് അനുകൂലമായി ജൂലൈ 2 മുതൽ കശുവണ്ടി ഫാക്ടറി തുറന്നു പ്രവർത്തിക്കുമെന്ന് ഫാക്ടറി മാനേജർ അറിയിച്ചു. തിങ്കളാഴ്ച സമരം ശക്തമാവുകയും ഫാക്ടറിക്കുള്ളിലേക്ക് തൊഴിലാളികൾ കടന്നുകയറുകയും ചെയ്തിരുന്നു. രാത്രി മുഴുവനും തൊഴിലാളികൾ ഫാക്ടറിക്കുള്ളിൽ സമരം തുടർന്നു. CITU കാഷ്യൂ വർക്കേഴ്സ് സെന്റർ സംസ്ഥാന പ്രസിഡന്റ് J മേഴ്സിക്കുട്ടിയമ്മ ഫാക്ടറി സന്ദർശിക്കുകയും തൊഴിലാളികൾക്ക് ആവേശമുണർത്തി സമരത്തിന് ശക്തി പകരുകയും ചെയ്തിരുന്നു. ഈ വില കുറഞ്ഞ സമയത്ത് വാങ്ങാതിരുന്നിട്ട് കുറച്ച് ഇവിടെ കേരളത്തിലുള്ളവർ തന്നെയാണ് താൻസാനിയയിലും ഈ ആഫ്രിക്കൻ രാജ്യങ്ങളിലെല്ലാം പോയി തോട്ടണ്ടി വാങ്ങുന്നത്. അവിടെ വാങ്ങി വെച്ചിരുന്ന് അവർ ട്രേഡിംഗ് നടത്തിയാണ്. ഫാക്ടറി പ്രവർത്തിപ്പിക്കുകയല്ല, മറിച്ച് വിറ്റ് കാശുണ്ടാക്കിയാണ്. ആ പണിയാണ് പല മുതലാളിമാരും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യയിലേക്കും തോട്ടണ്ടി ഇറക്കുമതി ചെയ്യുമ്പോൾ കയറ്റുമതി ചെയ്യുന്നതിനാണ് ഇൻസെൻറ്റീവ്. ഇറക്കുമതി ചെയ്യുന്നതിന് ടാക്സ് ഇളവുണ്ട്, അത് പഴയ കാലത്തോട്ടേ ഉണ്ട്, ഇപ്പോഴും ആ ഇളവ് നിൽക്കുന്നുണ്ട്. കയറ്റുമതി ചെയ്യുന്നതിന് ഇൻസെൻറ്റീവ് ഉണ്ട്. ഇൻസെൻറ്റീവ് ഇപ്പോൾ BJP ഗവൺമെൻറ് 5% 2 ചുരുക്കി വെട്ടിക്കുറച്ചു. അത് പുനഃസ്ഥാപിക്കുന്നതിന് നമ്മളും അവരോടൊപ്പം അനുകൂലമാണ്. മുതലാളിമാർക്ക് കിട്ടിക്കൊണ്ടിരുന്ന ആനുകൂല്യം കിട്ടുന്നതിന് നമ്മൾ എതിരൊന്നുമല്ല. പക്ഷേ തൊഴിലാളിക്ക് തൊഴിൽ കിട്ടണം, അതാണ് നമ്മുടെ ന്യായം. അപ്പോൾ ഇപ്പോൾ ഈ തരത്തിൽ തോട്ടണ്ടി ടാക്സ് ഇളവ് കൊടുത്ത് ഇവിടെ ഇറക്കുമതി ചെയ്യുന്ന തോട്ടണ്ടി തൊഴിലാളിക്ക് തൊഴിൽ കൊടുക്കാതെ മറിച്ച് വിറ്റ് കാശ് വാങ്ങി ബിസിനസ്സാക്കുന്ന മുതലാളിമാരുടെ നിലപാടിനെയാണ് നമ്മൾ എതിർക്കുന്നത്. തൊഴിലാളിക്ക് തൊഴിൽ വേണം, ഫാക്ടറിയിൽ വരണം. ഇപ്പോൾ എന്തായാലും അവർ പല ഫാക്ടറി തുറന്നപ്പോൾ അവർക്ക് പുതിയ ന്യായങ്ങളുണ്ട്. പുതിയ ന്യായം എന്താണെന്ന് വെച്ചാൽ 7 കിലോ തല്ലണം, 5.5 കിലോ പീൽ ചെയ്യണം. പുതിയ ന്യായങ്ങളാണ്. അതൊന്നും നമ്മൾ അംഗീകരിക്കുന്ന പ്രശ്നമില്ല. കഴിഞ്ഞ പ്രാവശ്യം അത് എങ്ങനെയാണോ അതുപോലെ വേണം. ജൂൺ 27-ന് തോട്ടണ്ടി ഫാക്ടറിയിൽ എത്തുമെന്നും ജോലി ഉടൻ തുടങ്ങാനുള്ള തീരുമാനം ഉണ്ടാക്കുമെന്നും മേഴ്സിക്കുട്ടിയമ്മ പറഞ്ഞു. തൊഴിലാളി നേതാക്കൾ ഫാക്ടറി മാനേജരുമായി നടത്തിയ ചർച്ചയിൽ ഫാക്ടറി ജൂലൈ 2 മുതൽ തുറന്നു പ്രവർത്തിപ്പിക്കാമെന്ന് തീരുമാനമായി. മറ്റു തൊഴിലാളി സംഘടനകളുമായി ചേർന്ന് ഫാക്ടറി തുറക്കാതിരിക്കാനാണ് തീരുമാനമെങ്കിൽ കടുത്ത പ്രക്ഷോഭം നേരിടേണ്ടി വരുമെന്ന് CITU തൊഴിലാളി നേതാക്കൾ മുന്നറിയിപ്പ് നൽകി. ഫാക്ടറി തുറക്കുമെന്ന ഉറപ്പ് ലഭിച്ചതിനെ തുടർന്ന് തൊഴിലാളികൾ അഞ്ചൽ പട്ടണത്തിൽ ആഹ്ലാദ പ്രകടനം നടത്തി.
CPM ജില്ലാ കമ്മിറ്റി അംഗം കെ ബാബു പണിക്കർ, കരിങ്ങന്നൂർ മുരളി, ബാബുരാജ്, രാജൻ തുടങ്ങിയവർ പ്രകടനത്തിന് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ. ഒരു പതിറ്റാണ്ടിൻ്റെ ഓർമ്മകൾ പിന്നിട്ട് ലിജിനെയും ഒക്കത്തിരുത്തി സ്കൂളിലെത്തിച്ച കൂട്ടുകാർക്ക് രക്ഷകർത്താക്കളുടെയും അധ്യാപകരുടെയും വക സ്നേഹസ്പർശം അവാർഡ്. ഒരു പതിറ്റാണ്ടിന്റെ ഓർമ്മകൾ പിന്നിട്ട് ലിജിനെയും ഒക്കത്തിരുത്തി സ്കൂളിലെത്തിച്ച കൂട്ടുകാർക്ക് രക്ഷകർത്താക്കളുടെയും അധ്യാപകരുടെയും വക സ്നേഹസ്പർശം അവാർഡ്. കരികോൺ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ 10ാം ക്ലാസ് വിദ്യാർത്ഥിയും ഇരു കാലുകൾക്കും സ്വാധീനവുമില്ലാത്ത ലിജിനെ ഒക്കത്തിരുത്തി സ്കൂളിലെത്തിച്ച അനന്തു മോഹൻ, മുഹമ്മദ് ഷെബിൻ എന്നിവരെയാണ് സ്കൂളിലെ അധ്യാപകരുടെയും രക്ഷകർത്താക്കളുടെയും ഉപഹാരമായി സ്നേഹസ്പർശം അവാർഡ് നൽകി ആദരിച്ചത്. കരികോൺ പുല്ലാഞ്ഞിമേട് തോന്നല്ലൂർ പുത്തൻവീട്ടിൽ ബാബു, സാലി ദമ്പതികളുടെ മകനാണ് ലിജിൻ. പരാശ്രയമില്ലാതെ ചലിക്കാൻ കഴിയാത്ത ലിജിനെ സ്കൂളിൽ എവിടെ പോയാലും കൂടെ കൂട്ടും ഈ കൂട്ടുകാർ. ചങ്ങാതി നന്നായാൽ കണ്ണാടി വേണ്ട എന്ന ചൊല്ല് അന്വർത്ഥമാക്കുകയാണ് ഈ സൗഹൃദം. അനന്തു മോഹൻ, മുഹമ്മദ് ഷെബിൻ എന്നിവരാണ് ലിജിന് കൂട്ടായി എപ്പോഴും കൂടെയുള്ളത്. കാലുകളില്ലാത്ത ലിജിനെ ആ വിഷമം അറിയിക്കാതെ സ്വയം കാലുകളായി മാറുകയായിരുന്നു ഇവർ. 1ാം ക്ലാസ് മുതൽ ആരംഭിച്ചതാണ് ഈ സൗഹൃദം. 1 മുതൽ 9ാം ക്ലാസ് വരെ താഴത്തെ നിലയിലായിരുന്നു ക്ലാസ്. എന്നാൽ 10ാം ക്ലാസ് 2ാം നിലയിലായതിനാൽ ലിജിന് കൈത്താങ്ങായി ഞങ്ങൾ എപ്പോഴും കൂടെയുണ്ട് എന്ന് മുഹമ്മദ് ഷെഫിൻ പറയുന്നു. ഈ 3 കുട്ടികൾ ഉദാത്ത സൗഹൃദത്തിന്റെ മാതൃകയാണെന്നും മാത്രമല്ല ഭാരതീയതയുടെ അടയാളമായ മതേതരത്വത്തിന്റെ പ്രതീകമാണെന്നും അധ്യാപകനായ നിസാമുദ്ദീൻ സാറും പറഞ്ഞു. കരികോൺ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ലിജിൻ എന്ന ഒരു വിദ്യാർത്ഥിയുണ്ട്. 1ാം ക്ലാസ്സിലാണ് ആ കുട്ടി വന്ന് ചേർന്നത്. അവനെ സംബന്ധിച്ചിടത്തോളം 2 കാലുകൾക്കും സ്വാധീനക്കുറവുണ്ട്. അവൻ്റെ ക്ലാസ്സിൽ ആ കുട്ടി വന്ന് വാഹനത്തിൽ വന്ന് ഇറങ്ങുന്ന അതേ സാഹചര്യത്തിൽ തന്നെ അവൻ്റെ ക്ലാസ്സിലെ മുഴുവൻ വിദ്യാർത്ഥികളും ആ കുട്ടിയെ സഹായിക്കുന്ന കാര്യത്തിൽ മത്സര്യ ബുദ്ധിയോടുകൂടിയാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴ് ഏകദേശം 2-3 വർഷമായിട്ട് ആ കുട്ടിയെ ഏറ്റവും കൂടുതൽ സഹായിക്കുന്ന 2 കുട്ടികളുണ്ട്. ഒന്ന് മുഹമ്മദ് ഷെഫിൻ എന്ന പേരിൽ 10ാം ക്ലാസ് ബിയിൽ പഠിക്കുന്ന മുഹമ്മദ് ഷെഫിനും അതേപ്രകാരം തന്നെ അനന്തു മോഹൻ എന്ന ഒരു വിദ്യാർത്ഥിയും. ഈ കുട്ടികൾ നൽകുന്ന മഹത്തായ ഒരു സന്ദേശമുണ്ട്. ഈ കുട്ടികളുടെ പേരിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. 3 കുട്ടികൾ 3 മതവിഭാഗത്തിൽപ്പെടുന്നവരാണ്. ഹിന്ദുവും മുസൽമാനും ക്രിസ്ത്യാനിയും. ജാതിയുടെയും മതത്തിൻ്റെയും വർഗത്തിൻ്റെയും വർണ്ണത്തിൻ്റെയും എല്ലാം അതീതമായി ചിന്തിക്കുവാൻ ഒരു സർക്കാർ വിദ്യാലയത്തിൽ പഠിക്കുന്ന കുട്ടികൾക്ക് കഴിയും എന്നുള്ളതിൻ്റെ ഏറ്റവും മഹത്തായ ഉദാഹരണമാണത്. കാരണം ഇന്നത്തെ കാലഘട്ടത്തിൽ ഓരോ ജാതിയും മുസ്ലിങ്ങൾക്ക് വേണ്ടി വിദ്യാലയം സ്ഥാപിക്കുകയും ഹിന്ദുക്കൾക്ക് വേണ്ടി വിദ്യാലയം സ്ഥാപിക്കുകയും ക്രിസ്ത്യാനികൾ അവർക്ക് വേണ്ടി വിദ്യാലയം സ്ഥാപിക്കുകയും ചെയ്യുമ്പോൾ മാനവ സമൂഹത്തിൽ മാനവികത നിലനിർത്തുന്നതിന് വേണ്ടി സർക്കാർ വിദ്യാലയങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും എന്നുള്ളതിൻ്റെ ഏറ്റവും മഹത്തായ ഉദാഹരണമാണിത്. പണത്തിനു മുന്നിൽ തകർന്നടിഞ്ഞു പോകാറുള്ള സൗഹൃദങ്ങൾക്കിടയിൽ ഈ ബന്ധം ഏവരുടെയും കരളലിയിക്കുന്നു. സ്കൂളിലെ പൂർത്തീകരിച്ച നവീകരണ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനത്തിനോടനുബന്ധിച്ച് ലിജിന്റെ സന്തത സഹചാരികളായ അനന്തു മോഹനും മുഹമ്മദ് ഷെഫിനും പ്രത്യേക അവാർഡും കൊടുത്തു. മാത്രമല്ല ബ്ലോക്ക് പഞ്ചായത്തിന്റെ ഭാഗത്തു നിന്നും ഒരു അവാർഡ് ഈ കൂട്ടുകാർക്ക് നൽകുന്നുണ്ടെന്ന് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എസ് ജയമോഹനും അറിയിച്ചു. ചടങ്ങിൽ ലിജിനെയും ഏന്തി വന്ന ആ 2 കൂട്ടുകാർ ഏവരുടെയും ഹർഷാരവങ്ങളോടെയാണ് വേദിയിൽ പ്രവേശിച്ചത്. 15 ദിവസങ്ങൾക്കുള്ളിൽ ലിജിന് ഒരു വീൽചെയർ നൽകുന്നു എന്ന സന്തോഷ വാർത്തയും ജയമോഹൻ അറിയിച്ചു. വീൽചെയർ കിട്ടിയാലും ഈ സൗഹൃദത്തിന് കോട്ടം സംഭവിക്കില്ല. കാരണം മനസ്സുകൾ തമ്മിലുള്ള ഈ സൗഹൃദം നമ്മെ ഓരോരുത്തരെയും ഈ കാഴ്ച ജീവിതത്തിന്റെ പല തലങ്ങളിൽ കൊണ്ടെത്തിക്കുന്നു. ലിജിന്റെ വൈകല്യം അറിയിക്കാതെ കൈത്താങ്ങായി മാറിയ അനന്തു മോഹനും മുഹമ്മദ് ഷെഫിനും ADV ന്യൂസിന്റെ പ്രത്യേക അഭിനന്ദനങ്ങൾ അർപ്പിച്ചുകൊണ്ട് ന്യൂസ് ബ്യൂറോ, അഞ്ചൽ. കല്ലട ജലസേചന പദ്ധതിയുടെ ഭാഗമായ ഇടതുകര കനാലിൽ മാലിന്യം തള്ളുന്നത് വ്യാപകമാകുന്നു. ഇറച്ചി മാലിന്യമടക്കമാണ് കനാലിൽ നിക്ഷേപിക്കുന്നത്. രാത്രിയുടെ മറവിൽ ടിപ്പർ ലോറികളിലെത്തിയാണ് വ്യാപകമായി കോഴി വേസ്റ്റും കന്നുകാലി ഇറച്ചി മാലിന്യങ്ങളും കനാലിൽ തള്ളുന്നത്. ജില്ലയുടെ ഏറ്റവും വലിയ പദ്ധതിയായ കല്ലട ജലസേചന പദ്ധതിയുടെ ഭാഗമായ ഇടതുകര കനാലിലാണ് മാലിന്യങ്ങൾ നിക്ഷേപിച്ചിരിക്കുന്നത്. ഇതോടെ മലിനജലമാണ് കനാലിലൂടെ ഒഴുകുന്നത്. മാലിന്യ പ്രശ്നത്തിൽ പൊറുതിമുട്ടിരിക്കുകയാണ് പ്രദേശവാസികൾ. രാത്രി 1 മണിക്ക് 12 മണിക്ക് പിന്നെ വലിയ വണ്ടിക്കകത്ത് ഇവർ അവിടെ കൊണ്ടുവന്നിരുന്നത്. എന്നിട്ട് കനാലിനകത്ത് ഇവർ വേസ്റ്റ് കൊണ്ട് തട്ടി കോഴിയിടതും ഇതെല്ലാം ചാക്ക് വഴിയാണ് ഇത് കെട്ടി വെള്ളത്തിനകത്ത് വരുന്നത്. വാട കൊണ്ട് നമുക്ക് അവിടെ ഇരിക്കാൻ വയ്യ. അതുപോലെ തന്നെ ചാരികളി കൊണ്ടിന്ന് മുട്ടത്തോടെ ഒരുപാട് സാധനങ്ങളെല്ലാം അവർ അവിടെ കൊണ്ടുവന്ന് മറിക്കുന്നുണ്ട്. ആ മൂലയ്ക്ക് ഇവരുടെ തമ്പ്
പോലീസിനെ പരാതി പിന്നെ എത്രയോ വട്ടം കൊടുത്ത് എത്രയോ വട്ടം എന്നിട്ട് പിടിച്ചിട്ട് അവിടെ അവർ ക്യാമറ വെച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത് ഇവർ. എന്നിട്ട് പോലും അവർ ചെയ്യത്തില്ല അമ്മമാർ. അതേ രീതിയിലാണ് ഓരോ സാധനങ്ങൾ കൊണ്ടുവന്ന് തട്ടുന്നത്. അതുകൊണ്ട് ഈ മനുഷ്യനെന്ന് പറഞ്ഞാൽ ഈ വാട കൊണ്ട് നമുക്ക് തന്നെ കൂടെ ഇരിക്കാൻ വയ്യാത്ത ഒരു അന്തരീക്ഷം. മാലിന്യ പ്രശ്നത്തിൽ ഇടപെടാൻ പോലീസും തയ്യാറാകുന്നില്ല. അഞ്ചൽ പോലീസ് സ്റ്റേഷൻ പരിധിയുടെയും പുനലൂർ പോലീസ് സ്റ്റേഷൻ പരിധിയുടെയും അതിർത്തി പ്രദേശമായതിനാലാണ് നിയമപാലകർ മാലിന്യ പ്രശ്നത്തിൽ ഇടപെടാത്തതെന്ന് ആരോപണമുണ്ട്. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ. പ്രകൃതി സൗന്ദര്യം കവിഞ്ഞൊഴുകുന്ന കുട്ടിനാട് പുളിഞ്ചി എസ്റ്റേറ്റിന് സമീപത്തെ വെള്ളച്ചാട്ടം ആരാലും ശ്രദ്ധിക്കപ്പെടാതെ പോകുന്നു. ഏറെ ടൂറിസം സാധ്യതയുള്ള വെള്ളച്ചാട്ടത്തെക്കുറിച്ച് ദീപക് AR തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. പ്രകൃതി കനിഞ്ഞനുഗ്രഹിച്ച കുട്ടിനാട് പുളിഞ്ചി എസ്റ്റേറ്റിന് സമീപത്തെ വെള്ളച്ചാട്ടം നയനാനന്ദകരമായ ഒരു കാഴ്ച തന്നെയാണ്. മലമുകളിൽ നിന്നും താഴേക്ക് പതിക്കുന്ന ജലഗണങ്ങൾ പാറക്കഷ്ണങ്ങളിൽ തട്ടി തലോടിപ്പോകുന്നതും സൂര്യരശ്മികൾ മഴവില്ലിന്റെ വർണ്ണം ചാലിക്കുന്നതും ഏതൊരു സഞ്ചാരിയുടെയും മനസ്സിൽ ഒരിക്കലും മറക്കാനാകാത്ത കാഴ്ച തന്നെയാണ്. അധികം ആരും ശ്രദ്ധിക്കപ്പെടാതെ പോകുന്ന ഈ വെള്ളച്ചാട്ടം മഴക്കാലമാകുന്നതോടുകൂടി സമൃദ്ധമാകുന്നു. പ്രദേശവാസികൾക്ക് വെള്ളച്ചാട്ടത്തെപ്പറ്റി കുളിർമയുള്ള ഒരുപിടി ഓർമ്മകൾ പറയാനുണ്ട്. സഞ്ചാരം ഇഷ്ടപ്പെടുന്ന ഏതൊരാൾക്കും ഇവിടെ കണ്ണിറഞ്ഞ് കാഴ്ചകൾ കണ്ടു മടങ്ങാം. വെള്ളമൊലിച്ച് പാറകൾക്ക് രൂപഭേദം വന്നതും സെൽഫി പ്രേമികൾക്കും ഗുണകരമാണ്. കാട്ടുവഴിയിലൂടെ മുകളിൽ ചെല്ലുമ്പോൾ തെറ്റൽ വീണ പാറകളിൽ നിന്നും ജലം ഊറിയിറങ്ങുന്നത് കാണാൻ സാധിക്കും. മരങ്ങൾക്ക് മുകളിൽ നിന്ന് ചിലയ്ക്കുന്ന പക്ഷികളും കളകളമൊഴുകി മുരളിമേട്ടുന്ന ജലഗണങ്ങളുമൊക്കെ കൂടി പ്രകൃതിയുടെ സൗന്ദര്യം ചാർത്തുകയാണ്. താഴേക്ക് പതിക്കുന്ന ജലം പ്രദേശവാസികൾക്ക് കുടിനീരുമാകുന്നുണ്ട്. ആരാലും ശ്രദ്ധിക്കപ്പെടാതെ പോകുന്ന കരികോൺ കുട്ടിനാട് പുളിഞ്ചി എസ്റ്റേറ്റിന് സമീപമുള്ള ഈ വെള്ളച്ചാട്ടം കണ്ണിന് കുളിർമ നൽകുന്നതാണ്. ഏറെ ടൂറിസ്റ്റ് സാധ്യതകളുള്ള ഈ വെള്ളച്ചാട്ടത്തെ അധികൃതർ തിരിഞ്ഞു നോക്കിയിട്ട് പോലുമില്ല. ക്യാമറമാൻ വിഷ്ണു ഇടുക്കിക്കൊപ്പം ദീപക് AR. ADV ന്യൂസിൽ ചെറിയൊരു ഇടവേള. ശതമാനം 916 ഹോൾമാർക്ക് പ്യൂരിറ്റിയോടെ മഞ്ഞളി ജ്വല്ലേഴ്സ്. വാർത്തകൾ തുടരുന്നു. അഞ്ചലിലെ സ്വകാര്യ പണമിടപാട് സ്ഥാപനത്തിൽ പണയം വെച്ച സ്വർണത്തിന്റെ തുക അടച്ചിട്ടും പണയസ്വർണം തിരികെ ലഭിക്കുന്നില്ലെന്ന് പരാതി. അഞ്ചലിലെ ശ്രീ സായിറാം ബാങ്കേഴ്സിൽ പണയം വെച്ച സ്വർണത്തിന്മേലുള്ള തുക അടച്ചിട്ടും പണയസ്വർണം തിരികെ ലഭിക്കുന്നില്ല എന്ന പരാതിയുമായി ആളുകൾ രംഗത്ത്. 13-ാം തീയതി 74,000 രൂപയ്ക്ക് പണയം വെച്ച സ്വർണം 15-ാം തീയതിയിൽ മുഴുവൻ പണവും അടച്ചിട്ടും സ്വർണം തിരികെ ലഭിക്കുന്നില്ല എന്ന് ഷെർഷാദ് പറയുന്നു. ഞാൻ പൈസ അടച്ചിട്ട് ഒരാഴ്ച കൊണ്ട് പൈസ വാങ്ങിച്ചിട്ട് പിറ്റേന്ന് എന്നോട് സ്വർണ്ണം എടുത്ത് തരാമെന്ന് പറഞ്ഞതാണ്. പിറ്റേന്ന് സാറ് വന്നില്ല, പിറ്റേ തരാമെന്ന്. പിറ്റേന്ന് ഉച്ചയായപ്പോൾ 10 മണിയാകുമ്പോൾ എന്നെ വിളിച്ച് ഇങ്ങോട്ട് സ്വർണ്ണം എടുക്കാൻ വരണ്ട, ഞങ്ങൾ ആ പൈസ സ്വർണ്ണം എടുത്തിട്ട് വിളിക്കാമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞ് വീണ്ടും വന്ന് ഇന്നലെ എന്താ പറഞ്ഞു, ഇന്ന് ഉച്ച കഴിഞ്ഞ് വരാൻ പറഞ്ഞു. ഇന്ന് ഉച്ച കഴിഞ്ഞ് വന്നപ്പോൾ ഇന്നലെ എനിക്ക് ഉച്ച കഴിഞ്ഞ് വരാൻ പറഞ്ഞു. ഉച്ച കഴിഞ്ഞ് വന്നപ്പം പൈസ ഇല്ല, സ്വർണ്ണമില്ല, ഒന്നുമില്ല. ഇത് ഒരുപാട് പേരുണ്ട്. നമ്മളങ്ങനെ എല്ലാം വന്ന് ഓരോരുത്തരോടെ പൊക്കോന്ന് പറഞ്ഞാൽ അവരങ്ങ് പോകും. വൈകുന്നേരത്ത് തരാം, അല്ലെങ്കിൽ രാവിലെ അല്ലെങ്കിൽ 12 മണിക്ക്. ഇപ്പം ചോദിച്ചപ്പോൾ അവർ പറയുന്നത് ഇന്നിപ്പോൾ 2 മണിക്ക് കഴിഞ്ഞ് വരാൻ പറഞ്ഞു. ഇന്നിപ്പോൾ ഒന്നും പറയാൻ സാറില്ല, നാളെ ആവണം. ഇത് ഒരാഴ്ച കൊണ്ട് പറയുക നാളെ ആവട്ടെ. ഇതെൻ്റെ പെങ്ങൾ വെച്ച് പണയം 13-ാം തീയതി 13-ാം തീയതി പണയം വെച്ചു. 15-ാം തീയതി അവർ തിരിച്ച് പൈസ അടച്ചതാണ്, പലിശയും കൂടെ ചേർത്ത്. അതായത് ഏകദേശം ഒരാഴ്ച കൂടുതലായി. ഇന്ന് 23-ാം തീയതി ഇവർ പിറ്റേന്ന് തരാം ഒരു ദിവസം കഴിയും പിറ്റേന്ന് തരാമെന്ന് പറഞ്ഞിട്ട് ഏകദേശം ഇന്ന് ഇത്രയും ദിവസം വരെ. ഇന്ന് രാവിലെ മുതൽ ഇവിടെ വന്ന് കാവലിരിക്കുക, ഇതുവരെ കിട്ടിയില്ല. ഇതൊന്ന് കിട്ടിയില്ലെങ്കിൽ അവരായിട്ട് സ്റ്റാമ്പിളിട്ട് പൂട്ടിയിട്ടു, അല്ലെങ്കിൽ ഇതിന് മുതലാളിയോ അല്ലെങ്കിൽ ഉത്തരവാദിത്തപ്പെട്ട ആരെങ്കിലും ഇവിടെ വന്ന് ഇതിന് സമാധാനം പറയല്ല. ഒരു രക്ഷയില്ല. 74,000 രൂപയുടെ പണയാണ്ടിരിക്കുന്നത്. 74,000 രൂപ ആര് സമാധാനം പറയും? ഷെർഷാദിനെ പോലെ 50,000 രൂപയ്ക്ക് മുകളിൽ സ്വർണം പണയം വെച്ചവർക്കാണ് സ്വർണം തിരികെ ലഭിക്കാത്തത്. സ്വർണം തിരികെ ലഭിക്കാത്തവർ അഞ്ചൽ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകി. ധനകാര്യ സ്ഥാപന ഉടമയുമായി പരാതിക്കാർ ഫോണിൽ ബന്ധപ്പെട്ടപ്പോൾ ന്യായമായ മറുപടി ലഭിച്ചില്ല എന്നും ആക്ഷേപമുണ്ട്. സ്വർണം എന്നു തരാം എന്ന് പോലും പറയാതെ എന്ത് ഉറപ്പിന്മേലാണ് ഞങ്ങൾ തിരികെ വീട്ടിലേക്ക് പോകുന്നത് എന്നും പരാതിക്കാർ ആരോപിക്കുന്നു. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ. വയക്കൽ LP സ്കൂളിന് സമീപമുള്ള പുറമ്പോക്ക് ഭൂമി സ്വകാര്യ വ്യക്തി കയ്യേറിയെന്ന് പ്രദേശവാസികൾ ആരോപിക്കുന്നു. ADV ന്യൂസ് എക്സ്ക്ലൂസീവ്.
വയക്കൽ LP സ്കൂളിന് സമീപം വ്യാപകമായി വയൽ നികത്തുന്നു എന്ന വാർത്ത ADV ന്യൂസ് റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇതേ തുടർന്ന് വഴി അളന്നു തിട്ടപ്പെടുത്തി പ്രദേശവാസികൾക്കായി വിട്ടുകൊടുത്തു. പൊതുജനങ്ങൾക്ക് നടക്കാനുള്ള വഴി കയ്യേറി മുള്ളുവേലിയിട്ട് അടച്ച നിലയിലായിരുന്നു. വാളകം സ്കൂളിലേക്കും മറ്റും പോകേണ്ട കുട്ടികൾ വളരെ ബുദ്ധിമുട്ടിയാണ് ഇതുവഴി കടന്നുപോയിരുന്നത്. മുള്ളുവേലിയിൽ കുരുങ്ങി വസ്ത്രങ്ങൾ കീറാറുണ്ടെന്നും വഴിയില്ലാത്തത് കാരണം വളരെയധികം ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ടെന്നും ഒരു പ്രദേശവാസി ADV ന്യൂസിനോട് പറഞ്ഞു. മണ്ണിട്ട് നികത്തി വഴിയുടെ നടുക്ക് മുള്ളുവേലിയും കെട്ടിയിരിക്കാൻ ഞങ്ങൾക്ക് യാതൊരു നിവർത്തിയില്ല പോകാൻ. ഒരു 4-5 കുഴിയുണ്ടായിരുന്നു. ആ കുഴിനകത്ത് തന്നെ അങ്ങനെ ക്വാർട്ടറുള്ളൂ. ഇപ്പോൾ 8-10 അടി ഉയരത്തിൽ നിരപ്പേ മണ്ണിട്ട് മൂടിയിരിക്കുക. ഞങ്ങളുടെ യാത്ര വളരെ ഗുരുതരമാണ്. ഞങ്ങൾക്ക് നടക്കുന്നതിനും വലിയ ബുദ്ധിമുട്ടാണ്. വഴിയുടെ നടുക്ക് ആ മുള്ളുവേലി ഇട്ടിരിക്കുന്നത്. നേരത്തെ MC റോഡിൽ നിന്ന് നടവരമ്പേ കൂടെ എല്ലാ വഴി ഒരുപാട് വരമ്പുണ്ടായിരുന്നു. ആ വരമ്പ് മൊത്തവും ഇപ്പം മണ്ണിട്ട് നികത്തി വെക്കുക. ഇപ്പം ഞങ്ങൾക്ക് നടക്കാൻ വയ്യ. റോഡ് മൊത്തം വഴി മൊത്തം മുള്ളുവേലി ഇട്ട് നശിപ്പിച്ചിട്ടേക്കുവാണ്. ഞങ്ങൾക്ക് നടക്കാൻ പോലും ഒരു ഗതിയില്ലാതെ. കൊച്ചുങ്ങൾ സ്കൂളിൽ പോകാൻ വയ്യ. അത്ര ഗതികേടായി വല്ലവരുടെയും പുരയിടത്തിൽ കൂടെ ഇപ്പം MC റോഡിലോട്ട് കയറുന്നു. തുടർന്ന് താലൂക്കിൽ നിന്നും സർവേയർ എത്തി വസ്തു അളന്ന് തിട്ടപ്പെടുത്തി കല്ലിട്ട് പൊതുവഴി സഞ്ചാരയോഗ്യമാക്കി കൊടുത്തു. വസ്തു അളന്നു കഴിഞ്ഞപ്പോൾ പുറമ്പോക്ക് ഭൂമി കയ്യേറിയതായി മനസ്സിലായി. അത് ഒഴിവാക്കി കല്ലിട്ട് നൽകിയെന്നും സർവേയർ ADV ന്യൂസിനോട് പറഞ്ഞു. ഓർമ്മ വെച്ച കാലം മുതൽക്കേ വയലായിരുന്ന ഈ പ്രദേശം ഈ സ്ഥിതിയിലായതിൽ വിഷമമുണ്ടെന്നും പ്രദേശവാസികൾ പറയുന്നു. സാറേ, എനിക്കിപ്പോൾ 56 വയസ്സായി. ഞാനിവിടെ ജനിച്ച് വളർന്ന സ്ഥലമാണ്. അന്ന് തൊട്ട് ഈ കാണുന്ന നിലങ്ങളാണ്. നിലത്തിൻ്റെ അകത്തൂടെ നടോരമ്പുള്ളതുകൊണ്ട് ഞങ്ങൾക്ക് തോട്ടിനിറങ്ങാനും ഞങ്ങൾക്ക് കുളിക്കാനും അക്കരെ പുരയിടത്തിൽ പോകാനുള്ള വഴികൾ ഇതെല്ലാം ഉണ്ടായിരുന്നു. ഇതിപ്പോൾ കുറച്ച് കാലം കൊണ്ട് വേറൊരു പാർട്ടിയുടെ കൈ വിലയ്ക്ക് നിലം വാങ്ങിച്ചതിന് ശേഷം അവർ കൈമാറി ഈ തലസറയെന്ന് പറഞ്ഞ ഒരു മുതലാളിക്ക്. അങ്ങാര് പറഞ്ഞു, നിങ്ങൾ നടന്നു പോകുന്ന വഴി ഒരു സൈഡിൽ കൂടെ തരാമെന്നും പറഞ്ഞുകൊണ്ട് ഞങ്ങളെ നടന്നുപോയ വഴി ഒരു മണ്ണിട്ടങ്ങ് നേത്തിയതിന് ശേഷം നടവരൻ്റെ ഒരു സൈഡിൽ കൂടെ വഴി വന്ന് ഞങ്ങൾ 10-36 വീട്ടുകാർ അക്കരയ്ക്കര കയറുന്നുണ്ട്. അത് ഗേറ്റിട്ട് ഒറ്റ രാത്രി കൊണ്ടുവന്ന് ഗേറ്റങ്ങിട്ട് ഞങ്ങളെ കൂട്ടി. ഞങ്ങൾക്ക് നടന്നു പോകാൻ നിവൃത്തിയില്ല. അതിൻ്റെ പേരിൽ ഇതിലേ വരുന്ന കുഞ്ഞുങ്ങൾ 2-3 തോട്ടി വീണു. അവരുടെ രക്ഷകർത്താക്കൾ വന്ന് LMS സ്കൂൾ, വാളകം സ്കൂളിലെ ഇത് തന്നെ വൈക്ക് പ്രൈവറ്റ് സ്കൂളെ എല്ലാ സ്കൂളുകളിൽ പോകുന്നത് ഹരിജന പിള്ളേർ ഇതിലെയാണ്. ഇത് മൊത്തം വഴി അടച്ചു. നടന്നു പോകുന്ന വരമ്പ് വെട്ടിമുറിച്ചു. അങ്ങനെ പലതരമായ വിഷമങ്ങളാണ്. മുള്ളുവേലി ഇട്ടേക്കുന്നതെന്ന് വെച്ചാൽ ഞങ്ങൾ ഉടുത്തോണ്ട് പോകുന്ന ഡ്രസ്സുകൾ വരെ മുള്ളുവേലി കുരുങ്ങുക. പറയുവാണെങ്കിൽ പച്ചത്തെറിയാണ് സംസാരിക്കുന്നത്. അതിൻ്റെ പേര് ഞങ്ങൾക്ക് നടന്നു പോകാനുള്ള വഴിയും ഞങ്ങളുടെ ഈ നേരെയുള്ള വരമ്പിൻ്റെ വഴിയും ഞങ്ങൾക്ക് തുറന്നു തരണം ബഹുമാനപ്പെട്ട സാറിനോട് പറയുക. ഇല്ലെങ്കിൽ ഞങ്ങൾ ഇത് തുറപ്പിക്കും. അല്ലാതെ ഒരു നിവൃത്തി ഇല്ലാതെ വന്നേക്കുക. ഇത് ഒറ്റ രാത്രി കൊണ്ട് ഗുണ്ടകളെ ഇറക്കുക, പ്രശ്നങ്ങളുണ്ടാക്കുക, പിന്നെ രാത്രികാലങ്ങളിൽ അസഭ്യം പറയുക, പല രീതിയിലുള്ള കുഴപ്പങ്ങളാണ്. ഞങ്ങൾ ഈ അക്കരയ്ക്കരയുള്ള ജനങ്ങൾക്ക് എങ്ങനെയാണ് ഈ വയസ്സ് 10, 100, 50, 80 വയസ്സായ ആൾക്കാരാണ് ഈ വരമ്പേ നടന്നു വരുന്നത്. ഇടയം വരെ ഉള്ള ആളുകൾ ചന്ത വൈക്ക സ്കൂള്, ആയൂർ ഹോസ്പിറ്റൽ ഇതെല്ലാം പോകുന്നത് ഈ വഴിയാണ്. ഞങ്ങൾക്ക് ഈ വഴിയെല്ലാം അടച്ചിട്ട് ഞങ്ങളുടെ വഴികൾ മൊത്തം അടച്ച് ഇപ്പോൾ ഒരു ഗേറ്റും കൊണ്ടങ്ങിട്ടു. ഞങ്ങൾക്ക് നടന്നു പോകാൻ യാതൊരു നിവൃത്തിയില്ല. അതിൻ്റെ പേര് ഇത് ഞങ്ങൾക്ക് തുറന്നു തരണം. ഇത് നിയമപരമായിട്ട് പോവുകയും വേണം. വസ്തു വാങ്ങിയ സ്വകാര്യ വ്യക്തി വഴിക്കായി സ്ഥലം അനുവദിക്കുമെന്ന് പറഞ്ഞിരുന്നുവെങ്കിലും നടക്കാൻ പോലും ആകാത്ത സ്ഥിതിയായപ്പോഴാണ് വസ്തു അളന്നു തിട്ടപ്പെടുത്താൻ പ്രദേശവാസികൾ തയ്യാറായത്. ന്യൂസ് ബ്യൂറോ, കൊട്ടാരക്കര. അഞ്ചലിൽ തെരുവുനായ ശല്യം രൂക്ഷമാകുന്നു. നിരവധി പേർക്ക് തെരുവുനായയുടെ കടിയേറ്റു. അഞ്ചൽ മേഖലയിൽ തെരുവുനായ ശല്യം വർദ്ധിക്കുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ പേപ്പട്ടിയുടെ കടിയേറ്റ് വളർത്തുമൃഗങ്ങൾ ഉൾപ്പെടെ നിരവധി പേർക്കാണ് പരിക്കേറ്റത്. ഗുരുതരമായി പരിക്കേറ്റ 3 പേരെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അലയമൺ ഗ്രാമപഞ്ചായത്തിലെ കരികോണിന് സമീപം കുറവൻതേരിയിലും ഇടമുളയ്ക്കൽ ഗ്രാമപഞ്ചായത്തിലെ മധുരപ്പയിലുമാണ് പേപ്പട്ടിയുടെ കടിയേറ്റ് നിരവധി പേർക്ക് പരിക്കേറ്റത്. കുറവൻതേരി അങ്കണവാടിക്ക് സമീപം ഞായറാഴ്ച രാവിലെയും മധുരപ്പയിൽ ഗുരുമന്ദിരത്തിന് സമീപം ശനിയാഴ്ച ഉച്ചകഴിഞ്ഞുമാണ് പേപ്പട്ടിയുടെ ശല്യമുണ്ടായത്. ഗുരുതരമായി പരിക്കേറ്റ കരികോൺ സ്വദേശികളായ വില്ലിക്കുളത്ത് വീട്ടിൽ സുൽഫത്ത്, ചരിവിള പുത്തൻ വീട്ടിൽ കുഞ്ഞുമോൾ, മധുരപ്പ പ്രമോദ് മന്ദിരത്തിൽ ആദർശ് എന്നിവരെയാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. പേപ്പട്ടിയുടെ കടിയേറ്റ നിരവധി പേർ അഞ്ചലിലെ വിവിധ സ്വകാര്യ ആശുപത്രികളിലും ചികിത്സ തേടിയിട്ടുണ്ട്. സുൽഫത്തിന് നെഞ്ചിന്റെ ഇടതുഭാഗത്തും കുഞ്ഞുമോൾ ജോസിന്റെ ഇടത് കൈയിലും ആദർശിന്റെ തലയ്ക്കുമാണ് പേപ്പട്ടിയുടെ കടിയേറ്റത്. വീടിന് സമീപത്തെ ഷെഡിൽ നിന്നും തുണിയുമായി വീട്ടിലേക്ക് കയറുന്നതിനിടെയാണ് സുൽഫത്തിനെ അലഞ്ഞുതിരിഞ്ഞെത്തിയ പേപ്പട്ടി കടിച്ചത്. കുറവൻതേരി അങ്കണവാടിക്ക് സമീപം നിരവധി വീടുകളിലെ വളർത്തുമൃഗങ്ങൾക്കും പേപ്പട്ടിയുടെ കടിയേറ്റിട്ടുണ്ട്. പേപ്പട്ടിയുടെ കടിയേറ്റ അസുരമംഗലം നടയിൽ വടക്കതിൽ വീട്ടിൽ അനിത കഴിഞ്ഞ ദിവസം അഞ്ചൽ സർക്കാർ ആശുപത്രിയിൽ ചികിത്സ തേടിയിരുന്നു. പരിക്കേറ്റവരെല്ലാം തന്നെ അഞ്ചൽ ഗവൺമെന്റ് ആശുപത്രിയിൽ ചികിത്സ തേടിയ ശേഷമാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പോയത്.
ഇതിനിടെയാണ് കഴിഞ്ഞ ദിവസം പ്രദേശത്തെ പേപ്പട്ടിയുടെ കടിയേറ്റ് നിരവധി പേർക്ക് പരിക്കേറ്റത്. സംഭവത്തെ തുടർന്ന് പ്രദേശവാസികൾ ഭീതിയിലായിരിക്കുകയാണ്. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ. ജില്ലയെ പ്ലാസ്റ്റിക് വിമുക്തമാക്കാനുള്ള പദ്ധതിയുമായി ജില്ലാ പഞ്ചായത്ത്. ഭൂമിയുടെ ക്യാൻസറായ പ്ലാസ്റ്റിക് മാലിന്യത്തെ ശേഖരിച്ച് സംസ്കരിക്കാനുള്ള പദ്ധതിയുമായി ജില്ലാ പഞ്ചായത്ത്. ത്രിതല പഞ്ചായത്തുകളുടെ സഹായത്തോടെയാണ് പദ്ധതി നടപ്പിലാക്കുന്നതെന്ന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എസ് ജയമോഹൻ ADV ന്യൂസിനോട് പറഞ്ഞു. വിമുക്തമാക്കാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ ദ്രുതഗതിയിൽ തന്നെ നടന്നു വരികയാണ്. ബ്ലോക്ക് പഞ്ചായത്തുകൾക്ക് നമ്മൾ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ജില്ലാ പഞ്ചായത്ത് സജ്ജമാക്കിയിട്ടുള്ള വാഹനം ഏതൊക്കെ പഞ്ചായത്തുകളിൽ ഏതൊക്കെ സമയം വരണം എന്നവർ നിശ്ചയിച്ചറിയിച്ചാൽ ആ നിശ്ചയിക്കുന്ന സ്ഥലങ്ങളിൽ നമ്മുടെ വാഹനം എത്തിയും കളക്ട് വേർതിരിച്ചു വെച്ചിരിക്കുന്ന പ്ലാസ്റ്റിക് ഇടിക്കുകയും ചെയ്യുന്ന ഒരു നിലയിലുള്ള ഒരു പ്രവർത്തനമാണ് ഇപ്പോൾ നടന്നു വരുന്നത്. പ്ലാസ്റ്റിക് എന്നത് ഭൂമിക്ക് ക്യാൻസർ പിടിപ്പിക്കുന്ന ഒന്ന് തന്നെയാണ്. അപ്പോൾ ഈ മാലിന്യ നിർമ്മാർജ്ജനത്തിൽ ആദ്യം നിർമ്മാർജ്ജനം ചെയ്യേണ്ടത് പ്ലാസ്റ്റിക്കാണ്. അപ്പോൾ ആ പ്ലാസ്റ്റിക് മാറ്റിയെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളിൽ വളരെ ജാഗ്രതയോടുകൂടി ഇടപെട്ട് വരികയാണ്. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഒടുവിൽ സമരങ്ങൾക്ക് ഫലം കണ്ടു. അഞ്ചൽ സൺഫുഡ് കാഷ്യൂ ഫാക്ടറി ജൂലൈ 2 മുതൽ തുറന്നു പ്രവർത്തിക്കുമെന്ന് മാനേജർ അറിയിച്ചു. ഒരു പതിറ്റാണ്ടിന്റെ ഓർമ്മകൾ പിന്നിട്ട് ലിജിനെയും ഒക്കത്തിരുത്തി സ്കൂളിലെത്തിച്ച കൂട്ടുകാർക്ക് രക്ഷകർത്താക്കളുടെയും അധ്യാപകരുടെയും വക സ്നേഹസ്പർശം അവാർഡ്. വയക്കൽ LP സ്കൂളിന് സമീപമുള്ള പുറമ്പോക്ക് ഭൂമി സ്വകാര്യ വ്യക്തി കയ്യേറിയെന്ന് പ്രദേശവാസികൾ ആരോപിക്കുന്നു. ADV ന്യൂസ് എക്സ്ക്ലൂസീവ്. അഞ്ചലിൽ തെരുവുനായ ശല്യം രൂക്ഷമാകുന്നു. നിരവധി പേർക്ക് തെരുവുനായയുടെ കടിയേറ്റു. കല്ലട ജലസേചന പദ്ധതിയുടെ ഭാഗമായ ഇടതുകര കനാലിൽ മാലിന്യം തള്ളുന്നത് വ്യാപകമാവുന്നു. അഞ്ചലിലെ സ്വകാര്യ പണമിടപാട് സ്ഥാപനത്തിൽ പണയം വെച്ച സ്വർണത്തിന്റെ തുക അടച്ചിട്ടും പണയ സ്വർണം തിരികെ ലഭിക്കുന്നില്ലെന്ന് പരാതി. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാവുന്നു. ADV ന്യൂസിൽ വാർത്തകൾ കാണാം രാവിലെ 7:30, ഉച്ചയ്ക്ക് 12:30, വൈകിട്ട് 4:30, രാത്രി 10. ലോകത്തെവിടെ നിന്നും ADV ന്യൂസ് കാണുന്നതിന് ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക. നമസ്കാരം.